ഉണ്ടായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാർ. ചേരുന്ന കുട്ടികളുടെ പേരൻസുമായിട്ട് ഗാർഡിയൻസുമായിട്ട് ഒന്നും ഇവർക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നമ്മളൊരു സ്ഥാപനത്തിലൊരു കുട്ടി ചേരാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രായമുള്ളവരാണ് ശരി അവരുടെ പേരൻസുമായിട്ടൊരു കൺസൾട്ടിങ് ഒരു കമ്മ്യൂണിക്കേഷൻസ് അതെല്ലാം ഉണ്ടാവണമല്ലോ. ഇതങ്ങനൊന്നുമില്ല. ഇത് എന്നെ അവർ വിളിച്ചിട്ടേ ഇല്ല. എൻ്റെ മകൻ 3 പ്രാവശ്യം മൂന്നാമത്തെ ഇതിനകത്ത് 7 തവണയാണ് അവൻ്റെ റിവ്യൂ പോയത്. 7 തവണ പോയപ്പോഴും അവരെന്നെ വിളിക്കുന്നില്ല. 7 തവണ ഒരു കുട്ടിയുടെ റിവ്യൂ ഫെയിലാകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിളിക്കേണ്ടതല്ലേ. 1 or 2 കഴിയുമ്പോൾ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ ഇതുവരെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കണം, അവൻ പഠിക്കുന്നില്ല, അല്ലെ അവൻ പഠിച്ച് ശരിയാവുന്നില്ല, അവനെന്താ പ്രശ്നം, അവനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ ഒരു പേരൻറ്റിനെ വിളിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഏത് സ്ഥാപനത്തിനും ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ അവരുടെ ആളിനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും വിളിക്കത്തൊന്നുമില്ല. 7 പ്രാവശ്യം അവന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പം അവർ പറഞ്ഞ അവൻ ഓക്കെയാണ്, അവനെല്ലാം ഓക്കെയാണ്, പക്ഷെ അവന് കയറാൻ പറ്റുന്നില്ല, പാസ്സാകാൻ പറ്റുന്നില്ല. അവൻ തന്നെ അവരെ കുറ്റം പറയുന്നത്. അവൻ പറയുന്നത് നമ്മൾ പഠിക്കാൻ പറയുന്ന പോർഷൻസ് ഒന്നുമല്ല അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം. കഴിഞ്ഞ ആഴ്ച എനിക്ക് 2ാമത്തെ ആൾ 3 പേരുണ്ട് അവിടെ പഠിക്കാൻ. 2ാമത്തെ ആളുള്ളതും കഴിഞ്ഞ ആഴ്ച ഇപ്പം 6th വീക്കിൻ്റെ 3 റിവ്യൂ കഴിഞ്ഞു. ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. വളരെ അവിടുത്തെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൽ ഒരാളാണ്. അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം റിവ്യൂ ഇവർ നടത്തുന്ന ആളുകളും പ്രശ്നമാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, നമുക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം തരത്തില്ല ഒരു കാര്യത്തിന്. അവരുടെ ടൈമിംഗ് ആണ്. അതൊരു തരം സൈക്കോളജിക്കൽ മൂവായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അവരോട് ഇതൊക്കെ സംസാരിച്ചാണ് ആദ്യം. അതുപോലെ തന്നെ 12 റിവ്യൂ വരെ ഉള്ളൂ. 12 കഴിഞ്ഞാൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യുക. ഇതൊന്നും നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന എഗ്രിമെൻറ്റിലുണ്ടെന്ന്. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ആദ്യം കൊടുത്ത 5 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റ് കൊണ്ടാണ് വായിച്ചിട്ട് അത് ആര് വായിക്കണം? പേരൻ്റ് അല്ല വായിക്കേണ്ടത്, കുട്ടി തന്നെ വായിച്ചിട്ട് കൊടുക്കുകയാണ്. കുട്ടികൾ ഇത് ആരാണ് ഈ എഗ്രിമെൻ്റ് ഇത്ര ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എഗ്രിമെൻ്റ് വായിക്കാൻ പോകുന്നത്? അയച്ചു കൊടുക്കുന്നു, സൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പം അവർ പറയുന്നു 12 റിവ്യൂ കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് കൊണ്ടുവന്നില്ല, ടെർമിനേറ്റ് ചെയ്യും. അതിനകത്ത് വലിയൊരു ലീഗൽ പ്രോബ്ലം ഉള്ളത്, ഒരു കുട്ടിയെ ഒരിടത്തുനിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിലവിൽ നിയമമില്ല. ഒരു കുട്ടി ഒരാളെ ഒരു സ്ഥാപനത്തിൽ പുറത്താക്കാൻ പറ്റത്തില്ല. അല്ല പിന്നെ അത്രമാത്രം ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവണം, പോലീസ് ഇടപെടണം, എങ്കിൽ മാത്രമേ ഒരാളെ ഒരു സ്ഥാപനത്തിൽ പുറത്താക്കാൻ പറ്റൂ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളെ അവർ പുറത്താക്കുക, ടെർമിനേറ്റ് എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പഠിച്ച് തോറ്റുപോയി വീണ്ടും അവർക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ 1 ലക്ഷം രൂപ ഫീസ് വാങ്ങിച്ചിട്ട് പിന്നെ ഈ റെൻറ്റും വാങ്ങിച്ചിട്ട് എക്സ്ട്രാ അല്ലേ റെൻറ്റും വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പഠിക്കാനുള്ള എത്ര പ്രാവശ്യം വേണം ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരീക്ഷ പുറത്താക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നടത്താൻ പറ്റുന്നത്? ഇന്ത്യയെ പോലെ രാജ്യത്ത് പറ്റുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഞാൻ അവരോട് അന്ന് ചോദിച്ചാണ്. അവർക്ക് അതിനൊന്നും ആൻസർ ഇല്ല. അപ്പം ഇതൊക്കെ വളരെ ദുരൂഹമായ രീതിയിലാണ് ഇപ്പം അവരുടെ പോക്ക്. ഇപ്പം അവർ 4 ലക്ഷം മറ്റു ഫീസാക്കിയെന്ന് പറയുന്നു. എനിക്ക് എത്രത്തോളം പൈസ നഷ്ടമായിട്ട് നിങ്ങൾക്ക് അറിയണല്ലേ? നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലേ 7 ദിവസത്തിനുള്ളിൽ കിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ കിട്ടൂല? എന്ത് കാരണമാണെങ്കിലും പൈസ കിട്ടൂല എന്നുള്ളത്. ആയിക്കോട്ടെ, ഞാൻ ഒരു ദിവസത്തിന്റെ കണക്കിനാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ദിവസത്തിന്റെ കണക്ക് നിനക്ക് കൺസിഡറേഷൻ തന്നല്ലോ, അതെന്താ നീ മനസ്സിലാക്കാത്ത? ബാക്കി പൈസ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ? 1,88,800 രൂപ. ബാക്കി പൈസ നീ ഇപ്പൊ 7 ദിവസത്തിനുള്ളിലാണ് കിട്ടിയതെന്നുണ്ടെങ്കിലും ബാക്കി പൈസ കിട്ടൂലല്ലോ. അതാണ് നിനക്ക് കൺസിഡർ ചെയ്ത് തന്നത് ആ 1-2 ദിവസത്തിന്റെ കാര്യം. നിന്റെ അസുഖത്തിന്റെ പേരില് ഞാനാ കമന്റ് ഒഴിവാക്കൂല. നിങ്ങൾ എന്ത് ചെയ്തോളൂ, കേസ് കൊടുക്കുക, എന്തെങ്കിലും ചെയ്തോളി, ഞാൻ ഒഴിവാക്കൂല. കാരണം എനിക്ക് എന്റെ പൈസ കിട്ടണം. നീ കമന്റ് ഇട്ടെന്ന് വെച്ചിട്ട് പൈസയും കിട്ടൂല. നീ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാ അല്ല, ഞാൻ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണോ നിന്നോട് സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ കമന്റ് ഇട്ട് പൈസ കിട്ടില്ല, അത് കേട്ടപ്പോ ഒരു ഭീഷണിപ്പെടുത്തുന്നതായിട്ട് തോന്നി. നാൽപ്പതോളം പേജുള്ള ഈ സാധനമാണ് അയച്ചാണ് സൈൻ ചെയ്യാൻ പറയാം. അപ്പൊ ആരെങ്കിലും ഇരുന്ന് വായിക്കില്ലല്ലോ. പെട്ടെന്ന് അയക്കാനും പറഞ്ഞു ഞാൻ പെട്ടെന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന്
പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. ബ്രോ ഫോട്ടോ എൻ്റെ ഹൈഡ് ചെയ്തേക്കുന്നത് ഇതാണ്. ആ പോസ്റ്റ് ഇട്ടേക്കണ പോസ്റ്റ് ഇതാണ്. അതിൻ്റെ അകത്തുള്ള കമ്പനി കാര്യങ്ങളൊന്നും രുചിയല്ല. വർക്ക് ചെയ്യണ വേറെ കമ്പനിയില്ല, ആനിമസ്കോഡ് എന്ന് പറയുന്ന കമ്പനിയാണ് വർക്ക് ചെയ്യണത്. കൊടുത്തേക്കണ വേറെ. അവൻ്റെ പാക്കേജൊന്നും ഇതൊന്നും അല്ല. എൻ്റെ പാക്കേജ് ഇനിയും കുറവാണ്. പോലെ ആക്കിയല്ലോ, സപ്പോർട്ട് തന്നില്ലല്ലോ. അജീഷിനത് പ്ലേസ്മെന്റ് ആയിട്ടല്ല എടുക്കുന്നത്. ഇത് പ്ലേസ്മെന്റ് ആയിട്ട് കിട്ടിയതല്ല, ഞാൻ സ്വയം കണ്ടുപിടിച്ചതാ. അതല്ല, സ്വയം കണ്ടുപിടിച്ചത് മനസ്സിലായി. ഞാൻ അങ്ങനല്ല ചോദിച്ചത്. പ്ലേസ്മെന്റ് ലിസ്റ്റിലാണ് ഇപ്പൊ എടുക്കണത്. അത് വെച്ചിട്ട് അടക്കാണെന്നുണ്ടെങ്കിൽ 1,81,700 ആണ് 720. 24 മാസം കൊണ്ട് പേ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? അല്ല, ഇപ്പോ പ്രോട്ടോടൈപ്പിന് ഒരു സപ്പോർട്ടും കിട്ടാതെ നമുക്ക് ഈ ടേക്ക് ഓഫ് പോലും പാസ്സാവാൻ സമ്മതിക്കാതിരിക്കുമ്പോ നമ്മളിങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ പഠിച്ച് 24 മാസം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടിയില്ലേ? 24 മാസോ? അല്ല, 24 വീക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ക്ലിയർ ആയില്ല? ഇവിടെ പഠിച്ചിരുന്നല്ലേ അജീഷ്? പഠിച്ചിരുന്നാണ്. ഇവിടെ പഠിച്ചത് അത് കാരണം കൊണ്ട് എനിക്ക് ജോലി കിട്ടി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കാരണം നമുക്ക് ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ട് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ പ്ലേസ്മെന്റ് സെല്ലിൽ ചോദിച്ച ആളാണ്. എത്ര പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ജോലിക്കുള്ള ഒരു പ്ലേസ്മെന്റ് ഒരെണ്ണെങ്കിലും ഒപ്പിച്ചേരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറ്റില്ല, ടേക്ക് ഓഫ് അറ്റൻഡ് ചെയ്യാതെ നമുക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിട്ടാണ്. ഞാൻ സ്വയം ഞാൻ എന്നിട്ട് കണ്ടുപിടിച്ച ജോലിയാണ്. 4 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നു. 4 പ്രാവശ്യം. ഈ 4 പ്രാവശ്യം തോപ്പിച്ചാണ്. എനിക്ക് മനസ്സിലായില്ല. അല്ല, ആദ്യത്തെ 2 പ്രാവശ്യം ഓക്കെ, അത് ശേഷം ഞാൻ നല്ലോണം പ്രിപ്പയർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തേ, എന്നിട്ട് തോപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പിന്നെ നമ്മളെങ്ങനെയത് അവരെ സൈഡിൽ നിന്നാണ് നമുക്ക് ജോലി കിട്ടിയെന്ന് അങ്ങനെ പറയാൻ പറ്റും? ഒരു സൈഡിൽ പക്ഷെ ഇവിടെ ഇപ്പൊ പഠിച്ചതിന്റെ ഫീസ് എന്താ രജിച്ച് പേ ചെയ്യേണ്ടതുണ്ട്. രജിച്ച് അപ്പൊ അത് പേ ചെയ്യുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ലീഗലി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് എല്ലാം കൂടി 2 ലക്ഷത്തിന് മേലെ വരും. ചെക്ക് ചെയ്ത് കേസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം വരും. അപ്പൊ ഓൾറെഡി ഈ കാര്യങ്ങൾ അനുസരിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് അറസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണല്ലോ. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചു പേര് പഠിച്ചിട്ട് നമ്മളെ പറ്റിച്ച് നടക്കുമ്പോ നമുക്ക് പിള്ളേരെ പറ്റിക്കല്ലേ പറ്റൂ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതെ, വെറുതെ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇമാതിരി പിള്ളേരിട്ട് ഊറ്റണ ഭയങ്കര വൃത്തിയായിട്ട പരിപാടിയാണ്ടാ. കാരണം ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ട് പോലും തരാതെ പിള്ളേര് പൈസ മാത്രം വേണം കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര. പൈസ മാത്രല്ല, പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കണമെന്നല്ല, ടേക്ക് ഓഫ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ടേക്ക് ഓഫ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആ ടേക്ക് ഓഫ് നിങ്ങൾ തന്നെ നടത്തിയിട്ട് നിങ്ങൾ തന്നെ തോപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിള്ളേര് കംപ്ലീറ്റ് ആക്കാം? എല്ലാവരും തോൽപ്പിക്കുന്നുണ്ടോ? എല്ലാവരും തോൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നവരെ മാത്രം തോൽപ്പിക്കാം, അത് സുഖമായല്ലോ. അജീഷ് തോറ്റെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഒന്നാണോ? ഓക്കെ, സമ്മതിച്ചു. ഞാൻ മാത്രമായിരിക്കും ടേക്ക് ഓഫ് തോറ്റതല്ലേ? അജീഷ് തോറ്റെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഒന്നാണോ? ഓക്കെ, സമ്മതിച്ചു. ഞാൻ മാത്രമായിരിക്കും ടേക്ക് ഓഫ് തോറ്റതല്ലേ? ഇഷ്ടം പോലെ പിള്ളേരെ തോപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് ഇറക്കി നടക്കുന്നത് ഭയങ്കര ശോഭം. അതായത് നിങ്ങളായിട്ട് പ്ലേസ്മെന്റ് തന്നതാണെങ്കിൽ ഓക്കെ, ചോദിക്കണ ഒരു ന്യായം ഉണ്ടെന്ന് പറയാം. ഇത് നമ്മൾ സ്വയം കണ്ടുപിടിച്ചിട്ട് പഠിക്കാനും അതിനുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിനുള്ള പൈസ മാസം 4,000 രൂപ എന്താണ് എന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെന്താണോ നിങ്ങൾ ചെയ്തിരുന്നത്? എന്തെങ്കിലും പഠിപ്പിക്കാനായിട്ടുള്ള ട്രെയിനറിനെ വെച്ചിരുന്നോ? എല്ലാം സ്വയം തന്നെയല്ലേ ഉണ്ടാക്കിയത്? എല്ലാ സ്വയം തന്നെ ഒരാഴ്ചയിൽ എന്തൊക്കെ ടാസ്ക് പഠിക്കണം എന്നുള്ളത്, എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അജീഷ്, ഞാനിവിടെ പഠിച്ചിരുന്ന ആളൊക്കെ തന്നെയാണ്. എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഞാനും പഠിച്ച ആൾ തന്നെയാണല്ലോ, എനിക്കും അറിയാലോ.